Hello my dear students, welcome to Sapphire Future Academy's Board Booster series. Today we are going to discuss the chapter Electrochemistry part 9. So നമ്മൾ ഇലക്ട്രോകെമിക്കൽ സെൽസും ഇലക്ട്രോലിറ്റിക് സെൽസും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ബാറ്ററീസ് എന്ന് പറയുന്ന പോർഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ബാറ്ററീസ് എന്ന് പറയുന്നത് നമുക്കറിയാം കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റി സ്റ്റോർ ചെയ്തു വയ്ക്കാൻ കഴിവുള്ള ഡിവൈസസിനെയാണ് നമ്മൾ ബാറ്ററീസ് എന്ന് വിളിക്കുന്നത്. സെൽസിൻ്റെ ഒരു പാറ്റേൺ ഓഫ് സെൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ബാറ്ററീസ് എന്ന് വിളിക്കുക എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ബാറ്ററീസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, പ്രൈമറി ബാറ്ററീസ് എന്നും സെക്കൻഡറി ബാറ്ററീസ് എന്നും. ഓക്കെ, ഇവരുടെ യൂസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ പ്രൈമറി ബാറ്ററീസ് എന്നും സെക്കൻഡറി ബാറ്ററീസ് എന്നും ഇവരെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബാറ്ററീസ് ഒരു പീരീഡ് ഓഫ് ടൈമിൽ യൂസ് ചെയ്തതിന് ശേഷം ഡിസ്കാർഡ് ചെയ്യപ്പെടേണ്ടി വരികയാണെങ്കിൽ ആ ടൈപ്പ് ബാറ്ററീസിനെയാണ് നമ്മൾ പ്രൈമറി ബാറ്ററീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഓവർ എ പീരീഡ് ഓഫ് ടൈം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, റീചാർജ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാനായിട്ട് സാധിക്കാത്ത ബാറ്ററീസ് ആണ് പ്രൈമറി ബാറ്ററീസിൽ വരുന്നത്. എക്സാമ്പിൾ ഡ്രൈ സെൽ, മെർക്കുറി സെൽ എക്സെട്ര. ക്ലോക്സിൽ ഉപയോഗിക്കുന്ന ബാറ്ററീസും വാച്ചസിൽ വരുന്ന ചെറിയ ബാറ്ററീസും എല്ലാം ഇതിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ടൈപ്പ് ബാറ്ററീസ് എന്ന് പറയുന്നത് സെക്കൻഡറി ബാറ്ററീസ് ആണ്. സെക്കൻഡറി ബാറ്ററീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ബാറ്ററീസ്, മൊബൈലിൻ്റെ ബാറ്ററീസ് പോലുള്ള റീചാർജ് ചെയ്ത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്ന ബാറ്ററീസിനെയാണ് നമ്മൾ സെക്കൻഡറി ബാറ്ററീസ് എന്ന് വിളിക്കാം. അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയും നിക്കൽ കാഡ്മിയം സെല്ലും ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈമറി സെൽസും സെക്കൻഡറി സെൽസും പഠിക്കുന്നതിന് മുന്നേ നമുക്ക് അവരുടെ ഡിഫറൻസ് ഒന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവരുടെ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഡിഫറൻസ് എന്താണ്? ആദ്യത്തെ ഡിഫറൻസ്, മെയിൻ ഡിഫറൻസ്, ഡെഫിനിഷനിലുള്ള അവരുടെ ഡിഫറൻസ് തന്നെയാണ്. പ്രൈമറി സെൽസ് എന്ന് പറയുന്നത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കില്ല, ഇറ്റ് കാനോട്ട് ബി റീചാർജ് ആൻഡ് റീയൂസ്ഡ്. സെക്കൻഡറി സെൽസ് ആണെങ്കിലോ റീചാർജബിൾ ആണ്, റീയൂസബിൾ ആണ്. അതാണ് ഇവരുടെ മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇവർ റീചാർജ് ചെയ്യാൻ പറ്റാത്തത്? പ്രൈമറി ബാറ്ററീസ് എന്തുകൊണ്ട് റീചാർജ് ചെയ്യാൻ പറ്റുന്നില്ല? അതിൽ നടക്കുന്ന റിയാക്ഷൻസ് ഇറിവേഴ്സിബിൾ ആണ്. പ്രൈമറി ബാറ്ററീസിൽ നടക്കുന്ന റിയാക്ഷൻസ് ഇറിവേഴ്സിബിൾ ആണ്, അതുകൊണ്ടാണത് റീയൂസ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് the reactions taking place in this type of cells is irreversible. Okay, then secondary cells അപ്പോൾ എന്തുകൊണ്ട് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നു? അതിലെ റിയാക്ഷൻസ് റിവേഴ്സിബിൾ ആണ്. റീചാർജ് ചെയ്യുമ്പോൾ റിവേഴ്സ് റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ റിവേഴ്സിബിൾ റിയാക്ഷൻസ് ആണ് അവിടെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അതിനെ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതാണ് ഇവരുടെ അടുത്ത ഡിഫറൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് പ്രൈമറി ബാറ്ററീസ് ലെസ് എക്സ്പെൻസീവ് ആണ്. പ്രൈമറി ബാറ്ററീസ് ലെസ് എക്സ്പെൻസീവ് ആണ്, ബട്ട് സെക്കൻഡറി ബാറ്ററീസ് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ബാറ്ററീസ് ആണ് സെക്കൻഡറി ബാറ്ററീസ് ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിലെ മെറ്റീരിയൽസ് ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത് വരെ മാത്രമേ നമുക്ക് അവരെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് വൺസ് അതിലെടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് റിയാക്ഷൻ നടന്ന് തീർന്നു പോയി കഴിഞ്ഞാൽ ആ സെല്ല് ഡെഡ് ആവും, അല്ലേ? അപ്പോൾ അത് ആ മെറ്റീരിയൽസ് ആക്റ്റീവ് ആകുന്ന സമയം വരെ നമുക്ക് ആ സെല്ല് ഉപയോഗിക്കാം. ദെൻ ഇവിടെയോ ഈ മെറ്റീരിയൽസ് നമുക്ക് റീചാർജ് ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതുകൊണ്ടാണ് ഇവിടെ റീചാർജബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവരുടെ അടുത്ത ഡിഫറൻസ്. ഈ മെറ്റീരിയൽസിനെ റിവേഴ്സിബിൾ റിയാക്ഷൻ വഴി നമുക്ക് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, ഇവിടെ പക്ഷേ അത് സാധിക്കില്ല. ഓക്കെ, ദെൻ ഇവർ തമ്മിലുള്ള എക്സാമ്പിൾസ്. ഓക്കെ, ഇതിൽ ഈ ലെക്ലാൻഷ്യസ് സെൽ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ പഠിക്കുന്ന ഡ്രൈ സെൽ കേട്ടോ. ഡ്രൈ സെല്ലിന്റെ വേറെ പേരാണ് ലെക്ലാൻഷ്യസ് സെൽ. അത് കണ്ടുപിടിച്ച ഡിസ്കവററുടെ പേരിലും അത് അറിയപ്പെടുന്നു എന്ന് മാത്രം. ഡ്രൈ സെൽ ഈസ് ഓൾസോ നോൺ ആസ് ലെക്ലാൻഷ്യസ് സെൽ. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒന്ന് രണ്ട് പ്രൈമറി ബാറ്ററീസും സെക്കൻഡറി ബാറ്ററീസും നോക്കാം. അതിൽ ആദ്യത്തെ പ്രൈമറി ബാറ്ററീസിന് ആദ്യത്തെ എക്സാമ്പിൾ ഡ്രൈ സെല്ലാണ്. നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സെല്ലാണ് ഡ്രൈ സെൽ. എന്തുകൊണ്ട് ഇവരെ ഡ്രൈ സെൽ എന്ന് വിളിക്കുന്നു? ഇതിൻ്റെ ഉള്ളിൽ സൊല്യൂഷൻ കണ്ടന്റ് വളരെ കുറവാണ്. എല്ലാ മെറ്റീരിയൽസും ഡ്രൈ ഫോമിലാണ് ഇരിക്കുന്നത്. സൊല്യൂഷൻ കണ്ടന്റ് വളരെ കുറവായതുകൊണ്ടാണ് ഇതിനെ ഡ്രൈ സെൽ എന്ന് വിളിക്കുന്നത്. ഡ്രൈ സെല്ല് തരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 1.5 വോൾട്ട് ആണ്. ഇതൊക്കെ ഓർത്തു വയ്ക്കാം.
ദെൻ ഡ്രൈ സെല്ലിൽ റിഡോക്സ് റിയാക്ഷൻ ആണ് നടക്കുന്നത് അല്ലേ? നമുക്കറിയാം ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നു, അതിനിടയിൽ ഇലക്ട്രോൺസിന്റെ ഫ്ലോ ഉണ്ടാവുന്നു. അങ്ങനെയുള്ള ഡിവൈസസ് ആണ് കറണ്ട് നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആരാണ് ആനോഡ്, ആരാണ് കാഥോഡ്, എന്താണ് റിയാക്ഷൻസ്, അതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. കൂടുതലും തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നിന്ന് വരുന്നത്. ഇതങ്ങനെ തന്നെ ബൈ ഹാർട്ട് പഠിച്ചു വെച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഡ്രൈ സെല്ലിന്റെ ആനോഡ് ആരാ? സിങ്ക് ആണ്. സിങ്ക് കണ്ടെയ്നർ ആണ് ഡ്രൈ സെല്ലിന്റെ ആനോഡ് ആയിട്ട് വരുന്നത്. ഇതാ ഇവിടെ ഇതിന്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട്, കണ്ടോ? സിങ്ക് ഇന്നർ സൈഡ് കണ്ടോ, ഉള്ളിൽ കൊടുത്തിരിക്കുന്ന സിങ്ക് ഇന്നർ സൈഡ് ആണ് ഇവിടുത്തെ ആനോഡ് ആയിട്ട് വരുന്നത്. ദെൻ കാഥോഡ് ആരാണ്? കാഥോഡ് എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് റോഡ് ആണ്, കാർബൺ റോഡ് അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് റോഡ്. ഈ ഗ്രാഫൈറ്റ് റോഡിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്? പൗഡേർഡ് മാംഗനീസ് ഡയോക്സൈഡ് വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ റിഡക്ഷൻ, കാഥോഡ് ആയതുകൊണ്ട് നടക്കേണ്ടത് റിഡക്ഷൻ ആണല്ലോ. ഈ റിഡക്ഷൻ നടക്കുന്നത് മാംഗനീസ് ഡയോക്സൈഡിനാണ്. ഗ്രാഫൈറ്റ് റോഡ് എന്ന് പറയുന്നത് അവിടെ സർഫസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. റിഡക്ഷൻ നടക്കുന്നത് മാംഗനീസ് ഡയോക്സൈഡിനാണ്. ഓക്കെ, അപ്പൊ ഗ്രാഫൈറ്റ് റോഡ് സറൗണ്ടഡ് ബൈ പൗഡേർഡ് മാംഗനീസ് ഡയോക്സൈഡ് എന്ന് എടുത്തു തന്നെ പറയണം. ഓക്കെ, അപ്പൊ അതും ഇവിടെ കാണിച്ചിട്ടുണ്ട്. നടുക്ക് നിൽക്കുന്ന ഈ കാർബൺ റോഡ് കണ്ടോ, ഈ കാർബൺ റോഡ്, ഇതിന് ചുറ്റും നമ്മൾ എന്തെടുത്തിട്ടുണ്ട്? മാംഗനീസ് ഡയോക്സൈഡ് സറൗണ്ട് ചെയ്തിട്ടുണ്ട്, പൗഡേർഡ് മാംഗനീസ് ഡയോക്സൈഡ് ഉണ്ട്. ദെൻ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് എന്താ? പേസ്റ്റ് ഓഫ് അമോണിയം ക്ലോറൈഡ് ആൻഡ് സിങ്ക് ക്ലോറൈഡ് ആണ് ഇവിടെ എന്തായിട്ട് നമ്മൾ എടുക്കുന്നത്? പേസ്റ്റ് ആയിട്ട് എടുക്കുന്നത്. അതായത് ആ റോഡിനും ആ സിങ്ക് കണ്ടെയ്നറിനും ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്, ഒരു ചെറിയ സ്പേസ് ഉണ്ട്. ആ സ്പേസിനുള്ളിലാണ് നമ്മൾ ഈ പേസ്റ്റ് ഓഫ് അമോണിയം ക്ലോറൈഡും സിങ്ക് ക്ലോറൈഡും ഫിൽ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ സെറ്റപ്പ്. ഫിഗറിൽ നിന്ന് അത് ക്ലിയർ ആണ്. ദെൻ നമുക്ക് എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന റിയാക്ഷൻസ് നോക്കണം. അറ്റ് ആനോഡ്, ആനോഡിൽ ആരാ? സിങ്ക് അല്ലേ ഉള്ളത്. സിങ്ക് എന്താ സംഭവിക്കുക? സിങ്കിന് ഓക്സിഡേഷൻ ആണല്ലേ സംഭവിക്കുക. സിങ്ക് ലൂസസ് 2 ഇലക്ട്രോൺസ് ആൻഡ് ബിക്കം സിങ്ക് 2+ അയോൺസ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇലക്ട്രോൺസ് റിലീസ് ആയി ആനോഡില്. അതെവിടേക്ക് പോവും? കാഥോഡിലേക്ക് പോവും. അപ്പൊ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നു, കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി കാഥോഡിൽ എന്താ നടക്കുന്ന റിയാക്ഷൻ? കാഥോഡിൽ ഞാൻ പറഞ്ഞു നമ്മൾ എന്തെടുക്കുന്നുണ്ട്? മാംഗനീസ് ഡയോക്സൈഡ് എടുക്കുന്നുണ്ട്, അതിനാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്. അപ്പൊ MnO2 വേണം. ഓക്കെ, ദെൻ ഇലക്ട്രോലൈറ്റ് പേസ്റ്റിൽ നിന്നുള്ള NH4+ കൂടി അവിടെ ആ റിയാക്ഷനിൽ ഇൻവോൾവ്ഡ് ആണ്. അപ്പൊ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. NH4+ഉം MnO2 കൂടി റെഡ്യൂസ് ചെയ്ത് ഇതിലെ MnO2ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ആണ് കേട്ടോ, +4 ആണ്. അത് റിഡക്ഷൻ നടക്കാൻ വേണ്ടി ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നിന്ന് വരുന്ന 2 ഇലക്ട്രോണിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഒരു MnO2 ഗെയിൻ ചെയ്യുന്നു. അപ്പൊ അത് ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് പോകും? +3 എന്ന് പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് പോകും അല്ലെ. +4 ഒരു ഇലക്ട്രോൺ റിസീവ് ചെയ്തു, +3 എന്ന് പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഓക്കെ, അതുപോലെ 2 MnO2, അതുകൊണ്ടാണ് ഇവിടെ 2 എന്നിട്ടിരിക്കുന്നത്. ഓക്കെ, 2 MnO2 ഈ വരുന്ന 2 ഇലക്ട്രോൺസിനെ റിസീവ് ചെയ്യുന്നു. എന്നിട്ട് അതിൽ നിന്ന് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് Mn2O3 എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ്. NCERT ടെക്സ്റ്റിൽ ഇങ്ങനെയും കാണിച്ചിട്ടുണ്ട്, MnOOH എന്നും കാണിച്ചിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം. ഓക്കെ, Mn2O3 എന്നോ MnOOH എന്നോ നമുക്ക് എഴുതാം. ഓക്കെ, ഒപ്പം എന്തും ഫോം ചെയ്യുന്നു? അമോണിയ മോളിക്യൂളും ഫോം ചെയ്യുന്നു. ഇവിടെയൊക്കെ 2 വന്നിരിക്കുന്നത് ഈ ബാലൻസിങ് കൊണ്ടാണ് കേട്ടോ. ഈ 2 ഇലക്ട്രോൺസ് ഇവിടെ ബാലൻസ് ആക്കാൻ വേണ്ടി നമ്മൾ ഇതിനെ × 2 ചെയ്യുന്നതാണ്. അതാണ് എല്ലായിടത്തും 2 വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ഇനിയിപ്പോ സെൽ റിയാക്ഷൻ നമ്മൾ പ്രത്യേകിച്ച് പഠിക്കണം എന്നില്ല. ആനോഡിലെ റിയാക്ഷനും കാഥോഡിലെ റിയാക്ഷനും കൂടി നമ്മൾ സം ചെയ്താൽ മതി. അപ്പൊ ആനോഡ് റിയാക്ഷനും പഠിച്ചു വെക്കുക, കാഥോഡ് റിയാക്ഷനും പഠിച്ചു വെക്കുക. സെൽ റിയാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്താൽ മതി. ഇലക്ട്രോൺസ് ബാലൻസ്ഡ് ആയിരിക്കണം, എന്നിട്ട് അത് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൽ റിയാക്ഷൻ കിട്ടും. നോക്കിക്കേ, ദാ ഇലക്ട്രോൺസിനെ ക്യാൻസൽ ചെയ്തിട്ട് ബാക്കിയുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന റിയാക്ഷൻസ് കോംപ്ലക്സ് ആണ്. നമ്മളിവിടെ Zn2+ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാലും ആ Zn2+ നെറ്റ് ആയിട്ട് ഇവിടെ വരുന്നില്ല. അത് വേറെ ഏതെങ്കിലും, ഇവിടെ അമോണിയ ഉണ്ട്. ഈ സിങ്ക് ഡി ബ്ലോക്ക് എലമെന്റ് ആണ്, അമോണിയയുമായിട്ട് ചേർന്ന് കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഓവറോൾ പ്രോഡക്റ്റിൽ അങ്ങനെയായിരിക്കും കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ തന്നെ കാണിക്കണം എന്നില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 2 റിയാക്ഷനും കൂടി സം ചെയ്ത് സെൽ റിയാക്ഷൻ എഴുതിയാൽ മതി. ഇവിടെ ഇപ്പോൾ ഓവറോൾ റിയാക്ഷനിൽ ഈ ഒരു കോംപ്ലക്സ് ഫോർമേഷൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ആക്ച്വലി സെല്ലിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു റിയാക്ഷൻ ആണ്. പക്ഷെ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ആനോഡ് റിയാക്ഷനും ഈ കാഥോഡ് റിയാക്ഷനും കൂടി കൂട്ടി വെച്ചാൽ മതി. ഒരു കാര്യം ഓർക്കണം, ഇലക്ട്രോൺസ് ബാലൻസ്ഡ് ആക്കിയിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അതുകൊണ്ട് സെൽ റിയാക്ഷൻ പ്രത്യേകിച്ച് പഠിക്കണം എന്നില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഡ്രൈ സെല്ലിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഡ്രൈ സെല്ലിൽ ആനോഡ് എന്താണ്, കാഥോഡ് എന്താണ്, ഇലക്ട്രോലൈറ്റ് എന്താണ്, എന്ത് റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി തന്നെ പഠിച്ചു വയ്ക്കാം.
ദെൻ അടുത്ത സെൽ എന്ന് പറയുന്നത് ഏതാ? മെർക്കുറി സെല്ലാണ്. വാച്ചസിലൊക്കെ ഉപയോഗിക്കുന്ന റൗണ്ട് ഷേപ്പിലുള്ള ഒരു കുഞ്ഞ് ബട്ടൺ സെല്ലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മെർക്കുറി സെൽ എന്ന് വിളിക്കുക. മെർക്കുറി സെല്ല് തരുന്ന വോൾട്ടേജ് 1.35 വോൾട്ടേജ് ആണ്. 1.35 വോൾട്ട് ആണ് അത് തരുന്നത് പുറത്തേക്ക്. ഓക്കെ, അപ്പൊ ഇനി മെർക്കുറി സെല്ലിൽ ആരാണ് ആനോഡ്, കാഥോഡ് എന്നൊക്കെ നമുക്ക് നോക്കാം. ആനോഡ് എന്ന് പറയുന്നത് സിങ്ക് മെർക്കുറി അമാൽഗം ആണ്. സിങ്കും മെർക്കുറിയും കൂടി ചേർന്നുള്ള ഒരു അമാൽഗം ആണ് ഇവിടുത്തെ ആനോഡായിട്ട് എടുത്തിരിക്കുന്നത്. ദെൻ കാഥോഡ് എന്ന് പറയുന്നത് പേസ്റ്റ് ഓഫ് മെർക്കുറിക് ഓക്സൈഡ് ആൻഡ് കാർബൺ ആണ്. ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് പേസ്റ്റ് ഓഫ് KOH ആൻഡ് ZNO ആണ്. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. ദെൻ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ, അവിടെയും സിങ്ക് മെർക്കുറി അമാൽഗത്തിലെ സിങ്കിന് തന്നെയാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. പക്ഷെ ഇലക്ട്രോലൈറ്റിലുള്ള OH- പ്രസൻസും കൂടി അവിടെ റിയാക്ഷൻ ആവശ്യമാണ്. ഓക്കെ, അപ്പൊ ZNഉം ഇലക്ട്രോലൈറ്റിലെ OH- കൂടി ചേർന്നാണ് അവിടെ ടോട്ടൽ റിയാക്ഷൻ നടക്കുന്നത്. ഓക്സിഡേഷൻ നടക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം സിങ്കിനാണ്. സിങ്ക് 2 ഇലക്ട്രോൺസ് ലൂസ് ചെയ്ത് Zn2+ ആകുന്നുണ്ട്. കണ്ടോ, Zn2+ ആവുന്നുണ്ട്. അതാണ് അവിടെ നടക്കുന്ന ഓക്സിഡേഷൻ. പക്ഷെ അതില് കോമ്പിനേഷൻസും വരുന്നുണ്ട്. ഇലക്ട്രോലൈറ്റിലെ OH- കൂടി ചേർന്ന് അവിടെ ഒരു കോമ്പൗണ്ട് ആണ് ഫോം ചെയ്യുന്നത്. ആ കോമ്പൗണ്ട് എന്താണ്? ZNO. ഓക്കെ, അപ്പൊ ഓക്സിഡേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Zn ഗിവിംഗ് Zn2+ + 2 ഇലക്ട്രോൺ തന്നെയാണ്. പക്ഷെ അവിടെ ടോട്ടൽ ആയിട്ട് നടക്കുന്ന റിയാക്ഷൻ ആണ് നമ്മൾ ഈ റെപ്രസെന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ, കാഥോഡിൽ ആരാ ഉള്ളത്? മെർക്കുറിക് ഓക്സൈഡ് ആണുള്ളത് അല്ലെ. അപ്പൊ മെർക്കുറിക് ഓക്സൈഡും ഇവിടെ ഫോം ചെയ്ത വാട്ടറും റിലീസ് ചെയ്ത 2 ഇലക്ട്രോൺസും കൂടി കമ്പൈൻ ചെയ്ത് എന്തുണ്ടാകുന്നു എന്ന് നോക്കിക്കേ. HgOയില് Hg2+ എന്ന് പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. കണ്ടോ, മെർക്കുറി 2+ എന്ന് പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് അവിടെ ഉള്ളത്. ആ Hg2+ ആണ് ഈ 2 ഇലക്ട്രോൺസിനെ റിസീവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ Hg2+ + 2 ഇലക്ട്രോൺ എന്തായിട്ട് മാറി? Hg ആയിട്ട് മാറി. കണ്ടോ, അപ്പൊ അവിടെ റിഡക്ഷൻ നടന്നത് ആർക്കാന്ന് വെച്ചാൽ മെർക്കുറിക്കാണ്. Hg2+ 2 ഇലക്ട്രോൺസിനെ റിസീവ് ചെയ്ത് Hg ആയി മാറി. ഒപ്പം 2 OH- കൂടി നമുക്ക് ഇവിടെ നെറ്റ് റിയാക്ഷനിൽ നിന്ന് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി സെൽ റിയാക്ഷൻ ചോദിച്ചാൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. നോക്കിയേ, Zn + HgO ഗിവിംഗ് ZNO + Hg, Zn + HgO ഗിവിംഗ് ZNO + Hg. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് മെർക്കുറി സെൽ. ഓക്കെ, അപ്പോൾ 2 പ്രൈമറി സെൽസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, ഡ്രൈ സെല്ലും മെർക്കുറി സെല്ലും. ഓക്കെ, ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റ് എല്ലാത്തിലും നടക്കുന്ന റിയാക്ഷൻസ് ഇത് കൃത്യമായിട്ട് അറിഞ്ഞു വെക്കാം. ദെൻ സെക്കൻഡറി ബാറ്ററീസിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒരു ബാറ്ററി നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, സെക്കൻഡറി ബാറ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു റീചാർജ് ചെയ്ത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ബാറ്ററീസ് ആണ് സെക്കൻഡറി ബാറ്ററീസ്. അതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. നമ്മൾ കാറിൽ ഉപയോഗിക്കുന്ന, ഇൻവെർട്ടറിൽ ഉപയോഗിക്കുന്ന ബാറ്ററീസ് ഒക്കെ സെക്കൻഡറി ബാറ്ററീസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള സെക്കൻഡറി ബാറ്ററി ലെഡ് സ്റ്റോറേജ് ബാറ്ററി ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ആനോഡായിട്ട് ആരാ വരുന്നത്? ലെഡ് ആണ് വരുന്നത്. കാഥോഡായിട്ട് ആരാ വരുന്നത്? ലെഡ് തന്നെയാണ്, പക്ഷെ അതൊരു വേറെ ഫോമിലാണ്. ഗ്രിഡ് ഓഫ് ലെഡ് പാക്ഡ് വിത്ത് ലെഡ് ഡയോക്സൈഡ് PbO2. ഇതിനാണ് ഇവിടെ റിയാക്ഷൻ നടക്കുന്നത് കേട്ടോ. PbO2, ഗ്രിഡ് ഓഫ് ലെഡ് പാക്ഡ് വിത്ത് ലെഡ് ഡയോക്സൈഡ്. ദെൻ അവിടെ എടുത്തിരിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏതാ? 38% കോൺസെൻട്രേഷനിലുള്ള സൾഫ്യൂരിക് ആസിഡ് ആണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, 38% സൊല്യൂഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. ദെൻ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? ആനോഡിൽ ആരാ ഉള്ളത്? ലെഡ് ഉണ്ട് അല്ലേ. ഇനി സൾഫ്യൂരിക് ആസിഡ് ആണ് അവിടുത്തെ ഇലക്ട്രോലൈറ്റ്. അതിലെ SO4 കൂടി റിയാക്ഷനിൽ ഇൻവോൾവ്ഡ് ആണ്. ഓക്കെ, Pb + SO4 ഗിവിംഗ് PbSO4 + 2 ഇലക്ട്രോൺ. ഇതാണ് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ. അവിടെ ഓക്സിഡേഷൻ ആർക്കാ നടന്നിരിക്കുന്നത്? ലെഡ് ഇവിടെ 0 ആണ് അല്ലേ. അത് 2 ഇലക്ട്രോൺസ് കളഞ്ഞ് Pb2+ ആയിട്ടുണ്ട് ഇവിടെ. കണ്ടോ, അപ്പൊ ഓക്സിഡേഷൻ ആർക്കാ നടന്നത്? ലെഡിനാ നടന്നത്. എന്നിട്ട് അതിൽ നിന്ന് എന്ത് ഫോം ചെയ്തു? ലെഡ് സൾഫേറ്റ് ഫോം ചെയ്തു. അപ്പൊ Pb ഗിവിംഗ് Pb2+ + 2 ഇലക്ട്രോൺ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഓക്സിഡേഷൻ. ഓക്കെ, നെറ്റ് റിയാക്ഷൻ ആണ് Pb + SO4 ഗിവിംഗ് PbSO4 + 2 ഇലക്ട്രോൺ. അപ്പൊ ഇവിടെ 2 ഇലക്ട്രോൺസ് റിലീസായി. അത് കാഥോഡിലേക്ക് പോകും. ഇനി കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ, കാഥോഡിൽ ആരാ ഉള്ളത്? ലെഡ് ഡയോക്സൈഡ് ആണ് അല്ലെ, PbO2. അവിടെയും നമുക്ക് ആരെ വേണം? SO4 വേണം. ഇലക്ട്രോലൈറ്റിൽ നിന്നുള്ള SO4 വേണം. ഓക്കെ, SO4 ഈ വന്നിരിക്കുന്ന 2 ഇലക്ട്രോൺസ് നോക്കി, 2 ഇലക്ട്രോൺസ് ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്യുന്നു. എന്നിട്ട് ഫോം ചെയ്യുന്നത് എന്തൊക്കെയാ നോക്കിയേ? PbSO4 വാട്ടറും ആണ് ഫോം ചെയ്യുന്നത്. ഇതാണ് അവിടെ നടക്കുന്ന നെറ്റ് റിയാക്ഷൻ. അവിടെ ആർക്കാണ് റിഡക്ഷൻ നടക്കണേന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, PbO2ല് Pbയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ആണ്. PbO2ല് ലെഡിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ആണ്. അത് PbSO4 എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആയപ്പോ +2 മാറി.
നോക്കിയേ, അപ്പൊ +4 +2 ആയി എന്ന് പറഞ്ഞാൽ അത് 2 ഇലക്ട്രോൺസ് റിസീവ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഇപ്പൊ ലെഡ് +4 നിന്ന് 2 ഇലക്ട്രോൺസിനെ വാങ്ങി +2 ആയിട്ട് മാറി. അതാണ് അവിടുത്തെ റിഡക്ഷൻ. ഓക്കെ, അതിനോടൊപ്പം നടന്ന റിയാക്ഷൻസ് ആണ് കമ്പൈൻ ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ദെൻ ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവറോൾ റിയാക്ഷൻ കിട്ടും. അത് ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ ഓവറോൾ റിയാക്ഷൻ എന്താണെന്നുള്ളത് എഴുതി തന്നെ ബൈ ഹാർട്ട് പഠിച്ചു വെക്കാം. എന്താണ്? Pb + PbO2 + 2 സൾഫ്യൂരിക് ആസിഡ് ഗിവിംഗ് 2 PbSO4 + 2 H2O. ഇതാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിലെ ഓവറോൾ റിയാക്ഷൻ. ഓക്കെ, ഇനി ഇവിടെ പറയാനുള്ള 1-2 പോയിന്റ്സ്. ഇതിപ്പോ ഈ സെല്ല് വർക്ക് ചെയ്യുന്ന സമയത്തുള്ള റിയാക്ഷനാ. അതായത് ഇപ്പോ ഇത് ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്തെ അതിൽ നിന്ന് നമുക്ക് കറണ്ട് കിട്ടുന്ന സമയത്തെ റിയാക്ഷൻ ആണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് വൺസ് കുറേ നേരം ഇതിങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലുള്ള ആനോഡിലെ ലെഡും കാഥോഡിലെ ലെഡ് ഡയോക്സൈഡ് ഒക്കെ തീരാൻ തുടങ്ങും. ഓക്കെ, കുറേ സമയം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ്, അങ്ങനെ തീരാറായി എന്ന് കാണിക്കുമ്പോഴാണ് ഈ ലോ ബാറ്ററി എന്ന് കാണിക്കുന്നത് അല്ലേ. റീചാർജ് ചെയ്യാൻ പറയും നമ്മളോട്. ആ സമയത്ത് നമ്മൾ ഇത് കറണ്ടിൽ കുത്തും അല്ലേ. ഈ ബാറ്ററി എടുത്ത് നമ്മൾ റീചാർജ് ചെയ്യും, കറണ്ടിലേക്ക് കുത്തും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡ്യൂറിങ് റീചാർജിങ്, ആ സമയത്ത് ഡ്യൂറിങ് റീചാർജിങ് നമ്മൾ കറണ്ട് കൊടുക്കുവാണ് അതിലേക്ക്. ഇപ്പൊ അതിൽ ലെഡും ലെഡ് ഡയോക്സൈഡ് ഒക്കെ തീർന്നു. അതാണ് ഈ ലോ ബാറ്ററി എന്ന് കാണിക്കുന്നത്. അതിനുള്ളിലുള്ള മെറ്റീരിയൽസ് ഒക്കെ തീർന്നു തുടങ്ങി. ഓക്കെ, അപ്പൊ അതിനെ റീക്രിയേറ്റ് ചെയ്യണം. അതിനാണ് നമ്മൾ കറണ്ട് കൊടുക്കുന്നത്. അപ്പൊ കറണ്ട് കൊടുക്കുന്ന സമയത്ത് കറണ്ട് കൊടുത്തിട്ട് നമ്മൾ റിയാക്ഷൻ നടത്തുക. കറണ്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ റിയാക്ഷൻ നടത്തുക. ഓക്കെ, അപ്പൊ കറണ്ട് കൊടുത്തിട്ട് റിയാക്ഷൻ നടത്തുന്നു എന്ന് പറഞ്ഞാൽ കറണ്ട് കൊടുക്കുന്നു, റിയാക്ഷൻ നടക്കുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ഇലക്ട്രോ കെമിക്കൽ സെല്ലല്ല, ഇലക്ട്രോലിറ്റിക് സെല്ലല്ലേ. കറണ്ട് കൊടുത്ത് റിയാക്ഷൻ നടത്താന്ന് പറഞ്ഞ ഏത് സെല്ലാ? അത് ഇലക്ട്രോലിറ്റിക് സെല്ലാണ്. അപ്പൊ അത് ഓർത്തു വെക്കണം. റീചാർജിങ്ങിന്റെ സമയത്ത് സെക്കൻഡറി ബാറ്ററീസ് ആക്ട് ആസ് ഇലക്ട്രോലിറ്റിക് സെൽ. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. ഡ്യൂറിങ് റീചാർജിങ് സെക്കൻഡറി ബാറ്ററീസ് ആക്ട് ആസ് ഇലക്ട്രോലിറ്റിക് സെൽ. ശരിക്കും ബാറ്ററീസ് എന്തെന്നാ? ഇലക്ട്രോ കെമിക്കൽ സെല്ലാ, നമുക്ക് കറണ്ട് തരുന്ന സെൽസ് ആണ്. പക്ഷെ സെക്കൻഡറി ബാറ്ററി നമ്മൾ റീചാർജ് ചെയ്യുന്നുണ്ട്, കറണ്ടിൽ കുത്തുന്നുണ്ട്. ആ സമയത്ത് കറണ്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ റിയാക്ഷൻ നടക്കുവാണ്. ഓക്കെ, ആ സമയത്ത് അത് ഇലക്ട്രോലിറ്റിക് സെല്ലാണ്. കറണ്ട് കൊടുക്കുന്നു, അതിൻ്റെ ഉള്ളിൽ റിയാക്ഷൻ നടത്തുന്നു. ഓക്കെ, അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത് അറിയാവോ? ഇവിടെ എന്താണോ സെല്ല് വർക്ക് ചെയ്തപ്പോൾ നടന്ന റിയാക്ഷൻ, അത് നേരെ റിവേഴ്സ് ചെയ്യും. അതാണല്ലോ നമ്മൾ പറഞ്ഞത്, അവിടെ റിവേഴ്സിബിൾ റിയാക്ഷൻ നടത്താൻ പറ്റും, റിയാക്ഷൻ റിവേഴ്സ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് റീചാർജബിൾ ആകുന്നതെന്ന് ആദ്യം പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ അതായത് ഇപ്പൊ ലോ ബാറ്ററി കാണിക്കുന്ന സമയത്ത് ഇവരൊക്കെ തീർന്നു തുടങ്ങി. ഇപ്പൊ അതിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ലെഡ് സൾഫേറ്റും വാട്ടറും ആണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ നമ്മൾ കറണ്ടിൽ കുത്തുമ്പോ ഇത് ഡീകമ്പോസ് ചെയ്തിട്ട് തിരിച്ചെന്തുണ്ടാവാൻ തുടങ്ങും? ലെഡും ലെഡ് ഡയോക്സൈഡും ഒക്കെ അവിടെ റീക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോ കറണ്ട് കൊടുക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? ഈ ഉണ്ടായ പ്രോഡക്ട്സ് ഡീകമ്പോസ് ചെയ്ത് തിരിച്ച് ലെഡും ലെഡ് ഡയോക്സൈഡും സൾഫ്യൂരിക് ആസിഡും അവിടെ റീജനറേറ്റ് ചെയ്യും. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോ എങ്ങനെയാണ് റീചാർജിങ്ങിന്റെ സമയത്ത് റിയാക്ഷൻ ചോദിച്ചാൽ നമ്മൾ എഴുതണ്ടേ? നോക്കിക്കേ, ഇത് നേരെ തിരിച്ചെഴുതണം. ഈ റിയാക്ഷൻ നേരെ തിരിച്ചെഴുതണം. ദാറ്റ് ഈസ് 2 PbSO4 ഉണ്ട് അവിടെ, പിന്നെ 2 H2O ഉണ്ട് അവിടെ. ഓക്കെ, നമ്മൾ കറണ്ട് കൊടുത്തു. കറണ്ട് കൊടുക്കുമ്പോ ഇത് ഡീകമ്പോസ് ചെയ്ത് തിരിച്ച് ലെഡ് ഡയോക്സൈഡ് സൾഫ്യൂരിക് ആസിഡ്, അതായത് ആനോഡിലും കാഥോഡിലും ഇലക്ട്രോലൈറ്റിലും ആ മെറ്റീരിയൽസ് തിരിച്ച് റീജനറേറ്റ് ചെയ്യും ബൈ പാസിംഗ് കറണ്ട്. ഓക്കെ, അപ്പൊ റീചാർജിങ്ങിന്റെ സമയത്ത് റിയാക്ഷൻ ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. ഇത് രണ്ടും ഇവിടുത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്, ഓർത്തു വെക്കണം. കറണ്ട് വർക്കിംഗ് ആകുന്ന സമയത്ത് റിയാക്ഷൻ ചോദിച്ചാൽ ഇതും, റീചാർജിങ്ങിന്റെ സമയത്ത് റിയാക്ഷൻ ചോദിച്ചാൽ ഇതുമാണ് എഴുതേണ്ടത്. ഓക്കെ, വർക്കിങ്ങിന്റെ സമയത്ത് അത് ഇലക്ട്രോ കെമിക്കൽ സെല്ലും, റീചാർജിങ്ങിന്റെ സമയത്ത് അത് ഇലക്ട്രോലിറ്റിക് സെല്ലും ആണ്. ഇതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ്. ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്
അപ്പോൾ ഇതിലെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സെക്കൻഡറി ബാറ്ററീസ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി മാത്രമേ പഠിക്കാനുള്ളൂ നമുക്ക്. പക്ഷെ ഇത് ചോദിക്കുന്നതിനോടൊപ്പം അവർ ചോദിക്കുന്ന ഒരു സബ് ക്വസ്റ്റ്യൻ ആണ്, ഗീവ് അനദർ എക്സാമ്പിൾ ഫോർ സെക്കൻഡറി ബാറ്ററി. അപ്പൊ ലെഡ് സ്റ്റോറേജ് ബാറ്ററി അല്ലാതെ ഒരു വേറെ എക്സാമ്പിൾ കൊടുക്കാൻ പറയും. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ വേറൊരു എക്സാമ്പിൾ ആണ് നിക്കൽ കാഡ്മിയം സെൽ. നിക്കൽ കാഡ്മിയം സെൽ ഈസ് ആൻ അനദർ എക്സാമ്പിൾ ഫോർ സെക്കൻഡറി ബാറ്ററി. ഇനി അവിടെ നടക്കുന്ന ഓവറോൾ റിയാക്ഷനും കൂടി പഠിച്ചു വെക്കണം. ഓക്കെ, നിക്കൽ കാഡ്മിയം സെല്ലിൽ നടക്കുന്ന ഓവറോൾ റിയാക്ഷൻ. ഓക്കെ, നിക്കൽ cadmium plus NiOH thrice giving cadmium oxide plus NiOH twice plus H2O. ഇതാണ് അവിടെ നടക്കുന്ന ഓവറോൾ റിയാക്ഷൻ. ഇത് ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി, ഇത്ര മാത്രമേ ഇവിടുന്ന് ചോദിക്കുള്ളൂ. അനദർ എക്സാമ്പിൾ ഫോർ സെക്കൻഡറി ബാറ്ററി ഏതാണ്, അതിന്റെ ഓവറോൾ റിയാക്ഷൻ എന്താണ്, ജസ്റ്റ് ഇത് പഠിച്ചു വെച്ചേക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്രൈമറി ബാറ്ററീസിൽ നിന്നും സെക്കൻഡറി ബാറ്ററീസിൽ നിന്നും പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കുറച്ച് ടോപ്പിക്സ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.